നമസ്കാരം. എൽമെക്സ് വെഡിംഗ് കാസൽ വാൽക്കണ്ണാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൽമെക്സ് വെഡിംഗ് കാസൽ വാൽക്കണ്ണാടിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചിറ്റിലപ്പള്ളിയിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. കാണാം കളിയും ചിരിയും. കളിയും ചിരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വെറൈറ്റി ഗെയിമാണ് ഇവർക്കായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്കൊക്കെ? അതെ, ഇഷ്ടമാണ്. അപ്പോ ഒരു ടയർ സംബന്ധമായ ഒരു ഗെയിമാണ്. എന്തായാലും അതിനു മുമ്പ് നമുക്ക് നിങ്ങൾ എല്ലാവരും പരിചയപ്പെടാം. എന്റെ പേരെന്താ? എബിൻ അർജുനൻ. എന്ത് ചെയ്യുന്നു എബിൻ? ഈസി ഫസ്റ്റ് ഇയർ. ഞങ്ങളൊരു ദേഷ്യം ഉണ്ടോ? പേടിപ്പിക്കാണോ ഞങ്ങളെ? ഓക്കെ. ഇമ്മാനുവൽ ജോസ് ഫസ്റ്റ് ഇയർ ഈസി. ഓക്കെ. വൈശാഖിന് ഇവിടെ ഒരുപാട് ആരാധകരുണ്ട്. മെക്കാനിക്കൽ ഫൈനൽ ഇയർ. ഓ, വൈശാഖ് മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? ആയിരുന്നു. ഒരു നല്ലൊരു സ്റ്റാറിനെ ഞങ്ങൾക്ക് കാണിച്ചു തരും. ഞാന് കൂടുതലായിട്ട് നമ്മള് ആർട്ടിഫിഷ്യൽ ശബ്ദങ്ങളാണ് കൂടുതൽ എടുക്കാറുള്ളത്. നമുക്ക് വേണ്ടി ഒരു ഐറ്റം, ഒരു കോളിംഗ് ശബ്ദം എടുക്കാം. ഓക്കെ. മൈക്ക് അടുത്ത് വെക്കണേ. അടിപൊളിയായിട്ടുണ്ട്. നല്ല പ്രോത്സാഹനമാണ് ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഓക്കേ, താങ്ക് യു. ഗേൾസ്, പേര് ശില്പ. എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇയർ സിവിൽ. സെക്കൻഡ് ഇയേഴ്സ് ആണോ അവര്? ഓക്കെ, വെൽക്കം ശില്പ. അടുത്തയാള് റോഷ്നി. എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇയർ ഈസി. ചിത്തിര ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ്. എന്താ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ്. ചിത്തിരയുടെ നക്ഷത്രം ചിത്തിര ആണോ? അതെ. അത് ശരി. ഓക്കെ, ചിത്തിര രണ്ടുപേരി പാട്ട് പാടാൻ പറ്റും? മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാള കുഴിയോളം ആലും നട്ട്. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാള കുഴിയോളം ആലും നട്ട്. മാലചേലെ കൂറ ചുറ്റിയ കുമ്മാട്ടി മാലചേലെ കൂറ ചുറ്റിയ കുമ്മാട്ടി മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. യാരോ ദിത്തേ ദഗത് മൃദേ ദഗദിത്തേ ദഗതയാരോ യാരോ ദിത്തേ ദഗത് മൃദേ ദഗദിത്തേ ദഗതയാരോ. ഓക്കെ, വളരെ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഗെയിം എന്താണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അതൊരു സസ്പെൻസ് ആയിരുന്നു, അത് ഞാൻ പൊളിക്കാൻ പോവാണ്. അതായത് ഓരോരുത്തർക്കും ഞങ്ങൾ 7 ടയർ വീതം തരും. നിങ്ങളൊരു പെയറായിട്ടാണ് ഞങ്ങൾ തിരിക്കുന്നത്. ഒരു ബോയ് ഒരു ഗേൾ. ഓക്കെ. അങ്ങനെ 7 ടയർ ഓരോരുത്തർക്കും ഞങ്ങൾ തരും. ഏറ്റവും ആദ്യം 7ാമത്തെ ടയറിൽ ആരാണോ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നത് അവർക്ക് നല്ലൊരു സമ്മാനമുണ്ട്. ഓക്കെ. അപ്പോ 3 പേയേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടയർ ഗെയിം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. ഓക്കെ, ആർ യു റെഡി? യെസ്, റെഡി. 1 2 3 സ്റ്റാർട്ട്. പെട്ടെന്നായിക്കോട്ടെ. അങ്ങോട്ട് തിരിഞ്ഞേ. അങ്ങോട്ട് ബാലൻസ് ചെയ്ത് വെച്ചോളൂ. ഒരു കൈ കൊടുത്തേ. പാർട്ണറിന്റെ കൈ പിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പെട്ടെന്ന്. ഓക്കെ, ആ ടയർ ശരിയായിട്ടില്ല. ഓക്കെ, പെട്ടെന്ന്. റെഡി. ഓക്കെ. വളരെ ശക്തിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റെഡി. വീഴരുത്. പാർട്ണറുടെ കൈ പിടിക്കാം. ഒരിക്കലും വീഴരുത്. ആദ്യം. ഓക്കെ, റെഡി. ഓക്കെ, 5ാമത്തെ
5 ടയർ ഈശ വിധം കയറിയിട്ടുണ്ട്. 5 ടയറിൽ കയറി നിൽക്കാണ്. ഇനി 2 കൂടി ബാക്കിയുള്ളൂ. 2 കൂടി 5 വരെ ഇവർ കയറിയിട്ടുണ്ട്. ഓക്കെ, റെഡി? പെട്ടെന്ന്. ഓക്കെ, വീഴരുത്, ആരും വീഴരുത്. ഓക്കെ, ഇവിടെ 5ാമത്തെ ടയറിൽ കയറാൻ പാടുപെടുകയാണ്. 5ാമത്തെ ടയറിൽ വീണ്ടും വെക്കാം. ഓരോന്നായിട്ട് പെട്ടെന്ന് വീണ്ടും. ഇവിടെ വാശിയേറിയ മത്സരം. ഇനി ഒരു ടയറുകൾ മാത്രം. വളരെ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടയറുകൾ മാത്രം. വീട് കഴിഞ്ഞാൽ ആദ്യം വെക്കേണ്ടി വരും. ഓക്കെ, റെഡി? 7ാമത്തെ ടയറിൽ ഇതാ കയറാൻ പോകുന്നു. ഓക്കെ, കാലോട്ട് ബാലൻസ് ചെയ്യൂ. 7ാമത്തെ ടയറിൽ ഇതാ കയറാൻ പോകുന്നു. 7ാമത്തെ ടയറിൽ ഇവിടെ കയറാൻ പോകുകയാണ്. ഇവിടെ ഒരു പ്രാവശ്യം വീണു. ഇനിയും 2ാമത്തെ ട്രൈ ആണ്. 5ാമത്തെ ടയർ. ഓക്കെ, നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാം. 20. Come on. 19. 18. 17. 16. 15. 14. 13. Second prize fast. 12. 11. 10. 9. 8. 7. 6. പെട്ടെന്ന് ഒരു ടയർ കൂടി. 4. 2 ടയർ. 1 more. 1. ഇനി ബാലൻസ് ചെയ്യൂ. ഓക്കെ. അടിപൊളി മത്സരമായിരുന്നു. എവിടെ 7ാമത്തെ ടയറിൽ കയറിയ ബിരുദൻ എവിടെ? 7ാമത്തെ ടയറിൽ കയറിയാൽ ഞങ്ങൾ കണ്ണാട വെക്കാറുണ്ട്. എന്താണെന്നറിയില്ല. താങ്കൾ 7ാമത്തെ ടയറിൽ കയറി നിന്നാൽ ഇങ്ങനെ താങ്കൾ കണ്ണാട വെക്കാറുണ്ടോ? ഞാൻ എല്ലാപ്പോഴും ഈ കണ്ണാട വെച്ചിട്ടാണ് കയറാറ്. എന്താ കണ്ണിക്കേടുണ്ടോ? അതുകൊണ്ടല്ല, ഈ കണ്ണാട വയ്ക്കുമ്പോ നമുക്കൊന്ന് ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരമാണല്ലോ. ഈ കണ്ണാട വെച്ചിട്ട് ഷൈൻ ചെയ്യാനുള്ള അവസരമോ? ഞാൻ പല കണ്ണാടകൾ ഈ നടന്ന പരിപാടിക്കിടയിൽ പല കണ്ണാടകൾ വെച്ച് നോക്കി. അവസാനം പറഞ്ഞു, നിന്നെ മഹാപോർണാക്കുന്നത് ഈ കണ്ണാടയിലാണ്, നീ ഇത് വെച്ചോ. അതാണ്, അങ്ങനെയാണ് അല്ലേ? 7ാമത്തെ ടയറിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോ എന്താ തോന്നിയത്? അതായത് നമ്മൾ ഓരോ ടയർ വെക്കുമ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിറയുണ്ട്. അപ്പൊ ഈ 7ാമത്തെ ടയറിന്റെ മുകളിൽ നിൽക്കുമ്പോഴും ഒരു വിറയുണ്ട്. ആ വിറയെല്ലാം അങ്ങോട്ട് ബാലൻസ് ചെയ്ത് നിന്നു. പക്ഷേ വൈശാഖ് മാത്രല്ല ചിത്തിര നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊടുത്തു. ടയർ നല്ല രീതിയിൽ വെച്ചു കൊടുത്തു. സോ ഒരു ടീം എഫേർട്ട് ആയിരുന്നു രണ്ടുപേർക്ക്, വൈശാഖ് ആൻഡ് ചിത്തിര. അല്ല, ചിത്തിരയ്ക്ക് ഒരു താങ്ക്സ് പറയുന്നില്ലേ? താങ്ക്സും കഴിഞ്ഞു ഷേക്കിനും കൊടുത്ത് ചെലവ് പറഞ്ഞിട്ടുണ്ട്. ചിത്തിര പറയുന്നത് ഈ ഗ്ലാസ് മതി എന്നാ പറയുന്നത്. അണ്ണന്റെ ഈ റൈബാങ് ഗ്ലാസ്. അത് ചിത്തിര ഇതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം. ഉടമസ്ഥ വേറെയാണ്, സ്വന്തം കണ്ണാടി അല്ലേ? അല്ല, ഞങ്ങളുടെ സാർ തന്നെയാ. സാറാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ വിജയി ആരാണ്? വൈശാഖ് ആൻഡ് ചിത്തിര. ഇനി സെക്കൻഡ് അല്ലേ? അതെ, സെക്കൻഡ് ആർക്ക് കൊടുക്കാം? ലാസ്റ്റ് മിനിറ്റ് വരെ ബാലൻസ് ചെയ്തു ഇരുന്ന് എബിൻ. പ്ലീസ് കം. വരൂ എബിൻ. അവിടെ പ്രോത്സാഹനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ വട്ടം ഞാൻ ഒരു ചാൻസ് തന്നല്ലേ വീണ്ടും? എന്താണ് തോന്നിയത് ടയറിന്റെ മുകളിൽ കയറി നിൽക്കും? ഇയാളുടെ പോലെ ഈ വേറെ അനുഭവപ്പെട്ടു? ഇല്ല, വേദന തോന്നി. അത് നന്നായി. അതെന്താ അറിയോ, ടയർ പഞ്ചർ അതാണോ? കമ്പി കുത്തുന്നു. ടയറ് പുതിയ ടയർ ആയിരുന്നില്ല, പഴയ ടയർ ആയിരുന്നു. തനിക്ക് അങ്ങനെ തന്നെ വേണം. ഓക്കെ, ഇയാള് എങ്ങനെയുണ്ടായിരുന്നു?
കുഴപ്പമില്ല. കുഴപ്പമില്ല. നല്ല മത്സരമായിരുന്നു, നല്ല മത്സരമായിരുന്നു. നമ്മുടെ മൂന്നാമത്തെ ടീം നല്ലോണം ശ്രമിച്ചു, പക്ഷെ എന്തോ ഒരു പ്രശ്നം, ഒരു ലാസ്റ്റ് മിനിറ്റ് ബാലൻസ് ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടിയായിരുന്നു, വീണ് പോവാന്ന്. പെട്ടെന്ന് ചാടി ഇറങ്ങി. എപ്പോ നോക്കിയാലും എന്റെ അടുത്ത് ചേട്ടാ വീണാലാ പേടിയുണ്ടായിരുന്നു. എന്താണ് താങ്കൾ തോൽക്കാനുള്ള കാരണം? ഞാൻ തോൽക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് എന്റെ വെയിറ്റ് ആണെന്നാണ്. ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ്. റോഷ്നി, It was a good performance. ആണാ? സത്യം. എന്തായാലും താങ്ക് യു റോഷ്നി, താങ്ക് യു വെരി ഗുഡ്. മൂന്ന് പേരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോ നമ്മുടെ വിജയ് വൈശാഖ് ചിത്തിര. ഓക്കേ, ഇവരെ കാത്തിരിക്കുന്നു നല്ല സമ്മാനം. നമുക്ക് നോക്കാം. വീണ്ടും വീണ്ടും ക്ലാസ് വെച്ചിരിക്കുകയാണ്. പ്രൈസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. അതെ, ഞങ്ങൾ തൃശ്ശൂർക്കാർ അങ്ങനെയാണ്. ഓക്കെ, റെഡി? രണ്ടാമത്തെ സമ്മാനം എബിൻ ആൻഡ് ശില്പ, sponsored by Paviram Food Products, Ayurveda Mixed Kashaya Soap, Gulf Gold, Ponnu's Food Products, Cartier Jewelry. First prize വൈശാഖ് ആൻഡ് ചിത്തിര. വൈശാഖ് ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, വീട്ടിൽ വെച്ചു. വീട്ടിൽ വെച്ചു. എങ്ങനെയാ വന്നത്? ബസ്സിൽ വന്നു. അപ്പോ പ്രൈസ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകും? ഞാൻ വേറെ വണ്ടി വിളിച്ചു കൊണ്ടുപോകും. വേറെ വണ്ടി വിളിച്ചു കൊണ്ടുപോലും. വേറൊരു വണ്ടി കൂടി ഉണ്ട്, 3 വീലർ. അത് തന്നെ വേണ്ടി വരും. Prize is sponsored by Periyar Rice, Pere Pardon's Gold Park, Nedabangad, Channel View Jewelry, Paripilli, Kollam Supreme, Gulf Gold, and Mr. Cook from Anne's Group. Paviram Rice, Vismaya Dress Materials, Dad Men's Wear, Kodangallur, and Tejas Vastralaya, Payyanur. അല്ല, ഇത് ഇനി ഞങ്ങൾ വീതിച്ചെടുക്കണ്ടേ? എടുക്കണം. അതായത് ഇതിൽ 3 സമ്മാനം അങ്ങോട്ട് പോകും, 1 സമ്മാനം തനിക്ക് കിട്ടൂ. 3 സമ്മാനം അപ്രതീകവും വില കൂടിയത് എനിക്ക് തരൂല്ലേ? വൈശാഖിന്റെ സ്റ്റൈലില് ഒരു ഷോർട്ട് ബ്രേക്ക് പറയാമോ? അതിനു മുമ്പ് വേറൊരു കാര്യം വൈശാഖ് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു. വൈശാഖ് എന്താ ആവശ്യപ്പെട്ടത് ഒന്ന് പറഞ്ഞേ. ഞാൻ വേണമെങ്കിൽ ഒരു മിമിക്രിയുടെ അവതരിപ്പിക്കാന്നുള്ള രീതിയിലേ ഒരു കുടുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇഡ്ഡലിയാക്കാമായിരുന്നു. ഷീലേ, നീ വാതിലടയ്ക്കാൻ വരട്ടെ, എന്റെ പാന്റ് പുറകെ വരുന്നുണ്ട്. താങ്ക് യു. ഷോർട്ട് ബ്രേക്ക്.